എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് 2024 കാലഘട്ടം ശോഭനമായിട്ടാണ് കാണുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. വരവും ചെലവുമൊക്കെ തുല്യമായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നതാണ്. ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ കൂട്ടുചേർന്നുള്ള ബിസിനസ്സുകളൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ദോഷ സാധ്യതയുള്ളതിനാൽ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സൂക്ഷിക്കണം. വയറ് സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. സ്നേഹം നടിച്ചൊക്കെ അടുത്ത് കൂടുന്നവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ബന്ധങ്ങളിലൂടെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പ്രവർത്തന മേഖലയൊക്കെ നന്നാകുന്നതാണ്. വരവിനേക്കാൾ ചെലവ് കുറച്ചധികമായിരിക്കും. അതിനാൽ ചിലവൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ഇടപാടുകളിൽ നിന്നൊക്കെ ധനലാഭം കാണുന്നുണ്ട്. വ്യവഹാര വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ധനത്തിൻ്റെ പേരിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ ചിലപ്പോൾ പിണങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അതുപോലെ സ്ത്രീകൾ നിമിത്തം ഏതെങ്കിലും വിധത്തിലുള്ള ധനനഷ്ടത്തിനും അപവാദത്തിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാപാരികൾക്ക് അനുകൂലമായ കാലമാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന അനിശ്ചിതത്വമൊക്കെ മാറിക്കിട്ടുന്നതാണ് അല്പം. അതുപോലെ മാതാപിതാക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഭൂമി വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടന്നു കിട്ടുന്നതാണ്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ ഉണ്ട്. വരുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്തൊക്കെ നേട്ടമുണ്ട്. മെയ് ജൂൺ മാസമാകുമ്പോഴേക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി കാണുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം. ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. അതുപോലെ മുൻകോപം ഒഴിവാക്കണം. അതുപോലെ സുഹൃത്തുക്കളുടെ പ്രവർത്തികളൊക്കെ മനസ്സിനൊക്കെ ചെറിയ വേദനകളൊക്കെ സമ്മാനിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതിയുടെ സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. അതുപോലെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ട സമയം കൂടിയാണ്. ധനപരമായ ഇടപാടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം. അതുപോലെ സന്താനങ്ങൾക്ക് വിവാഹമൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. കുടുംബ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. മാതാവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിനൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കുറേ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പണമൊക്കെ ചെലവഴിക്കേണ്ടതായി വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഉദരരോഗം, വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബന്ധുജനങ്ങളുടെ ഒക്കെ കൂടി പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ചിലവുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം. ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും മനസ്സിൻ്റെയും ശരീരത്തിനുമൊക്കെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ കുറേ മാറുന്നതാണ്. അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ചിലവുകൾ വന്നു ചേരുന്നതാണ്. കടം വീട്ടാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വരുമാനത്തിൻ്റെ കൂടുതലും കടം വീട്ടുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ആ സമയത്ത്.
അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പേരൊക്കെ സമ്പാദിക്കേണ്ടതായി വരും. അതുപോലെ കൂടെ നിൽക്കുന്നവരെയും ശ്രദ്ധിക്കണം. അവർ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മളെ തള്ളിപ്പറയുന്ന ഒരു സമയം കൂടിയാണ്. മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ യാത്രാവേളകളും ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രാവേളകളിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ആത്മാർത്ഥതയെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ അവരുടെ അപ്രീതിക്കൊക്കെ കാരണമാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിത വിജയത്തിന് വേണ്ടി നല്ലതുപോലെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ കരുതലോടുകൂടി ചെയ്യേണ്ട സമയം കൂടിയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ബിസിനസ് രംഗത്തുള്ളവർക്കൊക്കെ അനുകൂലമായ കാലമാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ്. അതുപോലെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കും. യാത്രകളൊക്കെ ധാരാളം ചെയ്യേണ്ടതായി വരുന്നതാണ്, പ്രത്യേകിച്ച് ദൂരയാത്രകൾ. അതുപോലെ വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വാഹനയോഗമൊക്കെ കാണുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയൊക്കെ ഉണ്ടാകാൻ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുപോലെ വെട്ടി തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ അനുകൂലമായ കാലമാണ്. കർഷകർക്ക് ഉദ്ദേശിച്ച ഒരു ലാഭം കൃഷിയിൽ നിന്ന് കിട്ടണമെന്നില്ല. അതുപോലെ സന്താനങ്ങളുടെ ചില പ്രവൃത്തികളൊക്കെ ദുഃഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ യാത്രാവേളകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ധനമൊക്കെ അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും ആത്മവിശ്വാസവും ഉത്സാഹവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നതും അത് വിജയത്തിലെത്തുന്നതുമാണ്. അതുപോലെ പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട് പണിയാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ പഴയ ഗ്രഹം പുതുക്കി പണിയാനുള്ള യോഗവും കാണുന്നുണ്ട്. കൂട്ടുചേർന്നുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം ഒഴിവാക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വാഹനത്തിൽ നിന്ന് ധനയോഗം ഉണ്ടാകുന്നതാണ്. അതുപോലെ നിർത്തിവെച്ചിരുന്ന ഗ്രഹനിർമ്മാണം ഒക്കെ പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്ന സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം. ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. സഹോദരങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്നതായിരിക്കും. എന്നാൽ അവരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണമൊക്കെ അല്പം മോശമായിരിക്കും. അതൊക്കെ കരുതിയിരിക്കണം. അതുപോലെ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറേണ്ടതാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ധനയോഗവും ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ രോഗശമനം ഉണ്ടാകുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടുക, ഇവയൊക്കെ ചെയ്താൽ സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു സമയമാകട്ടെ 2024. നന്ദി, നമസ്കാരം.